എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ടിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല അല്ലെ, ലളിതഗാനം ഉൾപ്പെടെ അല്ലെ കൈ നോക്കിയിട്ടുണ്ട്. ഒരു ലളിതഗാനം കൂടി നമുക്ക്. ഏതോ പാടി പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതലങ്ങളിൽ ആരാമമുണരാതെ വരുമോ ഏതോ പാടി പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളെ. അല്ലെ പ്രണയിച്ച് വിവാഹം കഴിഞ്ഞവരാണ്. അതിനെ കുറിച്ച് കൂടി ഒന്ന് നമുക്ക് ഷെയർ ചെയ്താല്. രണ്ടുപേർക്കും പറയാനുണ്ടാവല്ലോ, രണ്ടുപേർക്കും പറയാനുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മള് വളരെ ചെറുതിലുള്ളൊരു പ്രണയമാണ്. അതെ, പ്രണയം പറയാൻ പറ്റൂലല്ലോ. ചെറുതില് കാണുന്നതാണ് ഞാൻ. അന്ന് ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഗുരു അസിസ്ഖാനാണ് എന്റെയും ഗുരു. ഞാൻ ഓർക്കസ്ട്രയിൽ പാടുന്നത് അവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ അവിടെ ഒരു പാരഡി പാടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ കുട്ടികളുടെ പേര് വെച്ചിട്ട് ആശംസാ പാട്ടുകൾ. ആ സമയത്ത് ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുന്ന അവിടെ തന്നെ വൈകുന്നേരം വന്നിട്ട് അവിടുന്ന് ബാക്കി ഇവള് ചെറുവത്തൂരാണ്. അപ്പൊ അങ്ങനെ ഇവർ ഇടക്കിടക്ക് വരും. ശനി ഞായർ ഇവര് അവിടെ വരും. അവര് പ്രോഗ്രാമിനൊക്കെ വരും. അന്നേരം ഇവിടെ ചെറുതാണ്. അന്നേരം എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ആ, അപ്പം വളരെ ചെറുതാണ്. ആ സമയത്തേ ഉള്ളൊരു ആ ഒരു ഇഷ്ടം ഇങ്ങനെ കൂടി. പിന്നെ എന്താ പറയാ, അതിനിടക്ക് പിന്നെ ആ ചെറുതില് ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കുഞ്ഞിലുണ്ടാവുമ്പോ ചില ഓരോ നാളോടുള്ള ഇഷ്ടം നമുക്കത് എന്തിലെങ്കിലും ആയിരിക്കാം. അതൊരു സൗന്ദര്യം നമ്മളൊന്നുമല്ല, നമ്മൾക്കൊരു ഇഷ്ടം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ. അതെ. അപ്പൊ എനിക്ക് അന്നേരം ഞാന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ കൂടുതലും നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനൊക്കെ പോകും. എന്റെ ബ്രദറും കൂടി ഉണ്ടാവും. എന്റെ ബ്രദറിന്റെ അടുത്ത ഫ്രണ്ടാണ് ചുക. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ ഒന്നിച്ച് കളിക്കും. റെക്കോർഡിങ്ങിന് പാടാൻ മാത്രം പോകും. പിന്നെ നമ്മള് കളികളായി. അപ്പൊ ആ ഒരു കളിക്കൂട്ട് അങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായത്. പിന്നെ അത് കുറച്ച് വലുതായപ്പോ പിന്നെ ഒരു ഇഷ്ടമായി മാറി. പിന്നെ ഭയങ്കര കോലാഹലം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. കാരണം കുടുംബത്തില് ആദ്യം സമ്മതമൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാളും ഉണ്ടായിട്ടില്ല. ഒന്നാമത് എന്റെ വീട്ടിൽ പറയുന്നു പാട്ടുകാരനാണ്, ഇവരെ വീട്ടിൽ പറയുന്നു പാട്ട് പാടുന്ന ഒരു കുട്ടി എന്നുള്ളത്. കാരണം നമ്മളെ ചിലയൊരു ആൾക്കാർക്ക് തന്നെ പാട്ട് പാടുന്നതിനോട് ആദ്യമൊക്കെ, പക്ഷെ ഇപ്പോഴല്ല, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ചോദിക്കട്ടെ, ഇപ്പോഴാ അതൊക്കെ മാറി മറിഞ്ഞ് ഒന്നായില്ലേ കുടുംബങ്ങള്? പക്ഷെ രണ്ട് ഫാമിലിക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെ കല്യാണം തീരുമാനിച്ച മുതലേ അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ തുടക്കത്തിലുള്ള അത് വീട്ടുകാരല്ല, വീട്ടിലെന്ന് പറയുന്നില്ലേ, പുറത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അവരൊക്കെ വാക്കുകൾ കേട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് അവർക്കൊക്കെ അഭിമാനത്തോടെ അതുപോലെ തന്നെ എനിക്ക് ചുകാന്റെ വീട്ടുകാരായാലും, കാരണം നമുക്ക് എപ്പോഴും നമ്മളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നായിരിക്കണം സപ്പോർട്ട് ഉണ്ടാവേണ്ടത്. നമ്മളെ വീട്ടിൽ എന്തായാലും ആ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ എനിക്ക് എല്ലാവരായാലും ഇവര് 9 മക്കളാണ്. പിന്നെ അപ്പൊ ഈ ഏട്ടന്മാരായാലും പിന്നെ പെങ്ങന്മാരായാലും ഒരുപാട് സപ്പോർട്ടാണ്. ഡ്രസ്സിന്റെ കാര്യമൊക്കെ അവരെ ഇങ്ങോട്ട് ചൂസ് ചെയ്യാൻ പറയും. ഇന്നത് ഇട്ടുകൂടെ നമുക്ക് ചെയ്യും. ഒരുപാട് സപ്പോർട്ടാണ്. ഉമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഉമ്മ അത്യാവശ്യം പാടും. പഴയ പാട്ടുകളൊക്കെ പഴയ കാലത്ത് അവരെ കല്യാണ വീട്ടിൽ അവരെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കൈമുട്ടിയിട്ട് സബീന പാട്ടൊക്കെ പാടലുണ്ടെന്ന്. അപ്പൊ നമുക്കിപ്പൊ പാടിത്തരും ഈ സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും.